പാഠം 368 ഫലം കാണുന്ന പ്രാർത്ഥനകൾ. ഹലോ, അതെ മോഹനേഷനാണ്. ആ അതെ അതെ. എന്തായാലും സഹദേവൻ കാണിച്ച തീരെ ശരിയായില്ല. അങ്ങനെ ഓരോരുത്തർക്കും പറയാൻ ഓരോ ന്യായങ്ങളുണ്ടാവും. ഞാൻ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഞാൻ അങ്ങനെ ചെയ്യില്ല. ശരിയപ്പോ രാവിലെ തന്നെ ആരെയാണ് ഉത്തരവാദിത്ത ബോധം പഠിപ്പിക്കുന്നത്? താലൂക്ക് ഓഫീസിലെ സഹദേവനാണ്. നാളെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാൻ മടിച്ച് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി രക്ഷപ്പെട്ടു വന്നു. അല്ലെങ്കിൽ ബുദ്ധിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ അങ്ങനെ തന്നെയാ ചെയ്യാ. ഈ ഇലക്ഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടല്ലേ മോഹൻ? ആയിരിക്കും, പക്ഷേ ഇലക്ഷൻ നടന്നല്ലേ പറ്റൂ. അതിന് സർക്കാർ ഉദ്യോഗസ്ഥർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉള്ള കാര്യമൊന്നുമല്ലല്ലോ. എങ്കിലും മോഹനേട്ടാ, നാളെ വെളുപ്പങ്കാലത്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റന്നാൾ ഇലക്ഷനും കഴിഞ്ഞ് പാതിരാത്രി എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും മോഹനേട്ട കയറി വരുന്നത്. ഈ 2 ദിവസത്തെ കഷ്ടപ്പാടിന്റെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് ടെൻഷനാ. കഷ്ടപ്പാട് എനിക്കല്ലേ, ടെൻഷൻ ആവുന്നേ? നാളെ പുലർച്ചെ പോയി ക്യൂ നിന്ന് 11 മണിയാവുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഒപ്പിട്ട് വാങ്ങണം. നാളെ വൈകുന്നേരം ആവുമ്പോഴേക്കും ബന്ധപ്പെട്ടവർ ബൂത്തിലെത്തണം. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളായി. മറ്റന്നാൾ രാവിലെ 7 മണിക്ക് ആദ്യത്തെ വോട്ടർ ക്യൂവിന്റെ മുന്നിലുണ്ടാവും. അപ്പോ വോട്ടിംഗ് തുടങ്ങും. എന്നിട്ട് വൈകിട്ട് 6 മണിക്ക് വോട്ടിംഗ് തീർത്ത് കണക്കെടുപ്പ് നടത്തി ബാലറ്റ് പെട്ടിയുമായി വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തി അവിടെ ഏൽപ്പിച്ച് തിരിച്ചു പോകണം. ഭാമേ, ആലോചിക്കുമ്പോ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും ഒരു നല്ല കാര്യത്തിനല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നത്. ഈ നാട്ടിലെ ജനാധിപത്യം നിലനിൽക്കുന്നത് ഇത്തരം തിരഞ്ഞെടുപ്പുകളിലൂടെയാണ്. തിരഞ്ഞെടുപ്പ് ജോലിക്ക് പോകുമ്പോ നമ്മൾ ജനാധിപത്യത്തെയാണ് സഹായിക്കുന്നത്. അല്ല, എന്തായാലും എല്ലാ ഉദ്യോഗസ്ഥരൊന്നും ഡ്യൂട്ടിക്ക് പോകുന്നില്ലല്ലോ. അപ്പൊ വേണമെന്ന് വെച്ചാൽ മോഹനേട്ടൻ ഒഴിയായിരുന്നു. വേണമെന്ന് വെച്ചാൽ ഒഴിയാമായിരുന്നു. പക്ഷേ എന്തിനാണ് അങ്ങനെ വേണമെന്ന് വെക്കുന്നത്? മോഹനേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മറ്റന്നാൾ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോവായിരുന്നു. കല്യാണത്തിനോ മരണത്തിനോ ഒക്കെ ഒരുമിച്ച് പോകാമായിരുന്നു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വോട്ട് ചെയ്യാൻ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ ഒരുമിച്ച് പോയാലും ബൂത്തിനകത്തേക്ക് ഒരുമിച്ച് വിടില്ലല്ലോ. 2 പേരും 2ആയിട്ട് പോയിട്ട് വേണം വോട്ട് ചെയ്യാൻ. എന്നാലും അവിടം വരെ നമുക്ക് ഒന്നിച്ചു പോവായിരുന്നല്ലോ. എനിക്കാണെ തനിച്ചു പോവാൻ മടിയാ. നീ കേസ് വാദിക്കാൻ കോടതിയിലേക്ക് പോകുമ്പോ തനിച്ചു പോകാൻ മടിയില്ലല്ലോ. അപ്പൊ പിന്നെ വോട്ട് ചെയ്യാനും തനിച്ചു പോയാൽ മതി. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഓരോരുത്തരും ഓരോ കാരണങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നിനക്കൊരു കാര്യം അറിയോ ഭാമേ? ഉദ്യോഗസ്ഥർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയാലും നാളെ ഒരു സർക്കാർ ഓഫീസും അടഞ്ഞു കിടക്കരുതെന്നാണ് ചട്ടം. അതുകൊണ്ട് ഒരാഫീസിൽ ഒരാളെങ്കിലും കാണണം. എങ്കിൽ പിന്നെ മോഹനേട്ടൻ ആ ഒഴിവിൽ ഓഫീസിലിരുന്നുണ്ടായിരുന്നോ? ആ ഒഴിവിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാതിരിക്കാൻ കാഞ്ചനയും സ്വയംപ്രഭയും ശിശുപാലനും മത്സരമായിരുന്നു. കാഞ്ചനയും സ്വയംപ്രഭയും അപേക്ഷ തരികയും ചെയ്തു. സ്വയംപ്രഭയുടെ അമ്മുമ്മ മരിക്കാറായി കിടക്കുക. ദൂരെ എവിടെയെങ്കിലും ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയാൽ അമ്മുമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വയംപ്രഭയ്ക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് സ്വയംപ്രഭയുടെ അപേക്ഷയാണ് ഞാൻ സ്വീകരിച്ചത്. കൊള്ളാം. വേണമെങ്കിൽ മോഹനേട്ടന് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാകാമായിരുന്നു. എന്നിട്ടും ആ അവസരം സ്വയംപ്രഭയ്ക്ക് കൊടുത്ത് മാന്യനായി. ചുരുക്കത്തിൽ സ്വന്തം ഭാര്യയുടെ ആഗ്രഹത്തെക്കാട്ടിലും സ്വയംപ്രഭയുടെ ആഗ്രഹമാണ് മോഹനേട്ടന് പ്രധാനം. വീട്ടുകാര്യങ്ങളിൽ സ്വന്തം ഭാര്യയുടെ അഭിപ്രായത്തിന് തന്നെയാണ് പ്രാധാന്യം. പക്ഷേ ഇത് ആഫീസ് കാര്യമായി പോയില്ലേ? ആഫീസ് കാര്യങ്ങളിൽ ഭാര്യ ഇടപെടുന്നത് ശരിയല്ല. ഭാമേ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഭാര്യയ്ക്ക് വോട്ട് ചെയ്യാൻ പോകാൻ കൂട്ടില്ല എന്നൊറ്റ കാരണത്താൽ ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എങ്ങനെ ഒഴിയും? അത് നടക്കില്ല. നാളെ രാവിലത്തേക്ക് 2 ഷർട്ടും 2 മുണ്ടും തേച്ച് വെക്കണം. പിന്നെ പേസ്റ്റും ബ്രഷും ഷേവിംഗ് സെറ്റും സോപ്പും തോർത്തും ഒക്കെ ഇന്ന് തന്നെ പെട്ടിലാക്കി വെച്ചോളൂ. നാളെ വെളുപ്പിന് പോകാനുള്ളതാ. രാവിലെ ഒന്നിനും നേരം കിട്ടി വരില്ല. ഞാൻ ഇറങ്ങാ. ഉത്തമനല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. എന്താ ഉത്തമ രാവിലെ?
പിന്നെ ആ പലചരക്കുകൾ നടത്തുന്ന മാധവൻകുട്ടി ഒരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ തന്നായിരുന്നു. അവന് ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാനാ. പെട്ടെന്നൊന്ന് ശരിയാക്കി തരാമോ എന്ന് മോഹനേഷ് സാറിനോട് ഒന്ന് ചോദിക്കാൻ അവൻ എന്നെ ഏൽപ്പിച്ചതാ. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ. ബുദ്ധിമുട്ടായിരിക്കും. കാരണം നാളെ സ്വയംപ്രഭ മാത്രമേ ആഫീസിലുണ്ടാവൂ. ഞാനും കാഞ്ചനയും ശിശുപാലനും ഒക്കെ ഇലക്ഷൻ ഡ്യൂട്ടിയില്ല. നാളെ വെളുപ്പിന് പോയാൽ വ്യാഴാഴ്ച രാത്രി 10 മണി കഴിഞ്ഞേ വരൂ. വെള്ളിയാഴ്ച പോയി മാധവൻകുട്ടിയുടെ സ്ഥലം നോക്കാം. പക്ഷേ ശനിയാഴ്ച അവധി ആയതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടാൻ അടുത്ത തിങ്കളാഴ്ച ആവും. അപ്പൊ സാർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോവേണ? എന്താ സംശയം? നാളെയും മറ്റന്നാളും ഞാൻ ഉണ്ടാവില്ല. ഉത്തമൻ മാധവൻകുട്ടിയുടെ അപേക്ഷയുമായി ഒരു 11 മണിയാകുമ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് വാ. ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാവില്ല. 2 മണിക്ക് താലൂക്ക് ഓഫീസിൽ പോകണം. അപ്പൊ വക്കീല് കോൾ അടിച്ചു. അല്ല, നാളെ മറ്റന്നാൾ മോഹനേഷ് സാർ ഇല്ലല്ലോ. വക്കീലിന് സ്വാതന്ത്ര്യ ദിനമായി 2 ദിവസം ആഘോഷിക്കാം. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ വൈകുന്നേരം വരെ ചിട്ടയും ന്യായവും നിയമവും ഒക്കെ പറഞ്ഞ് തർക്കമല്ലേ തർക്കം. മോഹനേഷ് സാറ് തർക്കിക്കുന്നത് മോഹനേട്ടൻ മാത്രമല്ലല്ലോ. ഞാൻ തമോശമാണോ? എന്നാലും മോഹനേട്ടൻ ഇവിടെ ഇല്ലാത്ത 2 ദിവസം എങ്ങനെ കഴിയുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. അയ്യോ, രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ മേടിച്ചിട്ടാണ്. അതോർത്ത് വക്കീൽ മേടിക്കണ്ട. ഞാൻ ഇളെ അനിയത്തി ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അതൊന്നുമല്ല ഉത്തമ പ്രശ്നം. പിന്നെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ മോഹനേട്ടനെ കാണാതിരിക്കുമ്പോഴേ എനിക്കാകെ ശ്വാസം മുട്ടല. ഒരു ദിവസം വൈകുന്നേരം വരാൻ 1/2 മണിക്കൂർ വൈകിയാലേ ആകെ അസ്വസ്ഥതയാ. അപ്പോഴാണ് മോഹനേട്ടനെ കാണാൻ 2 ദിവസം ഇരിക്കേണ്ടത്. മോഹനേട്ടൻ വിചാരിച്ചാൽ ഈ ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കായിരുന്നു ഉത്തമ. ഒരാഫീസിൽ നാളെ ഒരാളെങ്കിലും കാണുന്നുണ്ട്. പക്ഷെ മോഹനേട്ടൻ ആ ചാൻസ് സ്വയംപ്രയ്ക്ക് വെച്ചു കൊടുത്തു. കൊള്ളാം. നേരിട്ട് കണ്ട കീരിയും പാമ്പും. ലോകത്തിൽ ഒരു വിഷയത്തിലും മനപ്പൊരുത്തമില്ല. പക്ഷെ ഒരാൾക്ക് ഒരു ദിവസം മറ്റൊരാളെ കാണാതിരിക്കാൻ പറ്റൂല. നിങ്ങൾ 2 പേരും വിചിത്ര ജീവികൾ തന്നെ. അപ്പൊ ഞാൻ ഇറങ്ങാൻ നോക്കിയില്ലേ. പിന്നെ നാളെ വൈകുന്നേരം ഊർമിളെ പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ദുഷ്ടനാ. ഞാൻ എവിടെയെങ്കിലും പോവാൻ തുടങ്ങുമ്പോഴേക്കും ഉമ്മ എന്നെ മുഖം വീർപ്പിക്കും. എന്തിനും സ്വന്തം കാര്യത്തിന് എവിടെ വേണേലും പോവാം. പോട്ടെ. മോഹനേഷ് പോയ സത്യഭാമിക്ക് പുല്ല. നമസ്കാരം സാർ. ഞാൻ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരുമായിരുന്നു. എന്താ രാമക്കുട്ടി? എൻ്റെ സ്ഥലത്തിൻ്റെ ഒരു സ്കെച്ച് വേണമായിരുന്നു സാറേ. ഒരു ലോണിൻ്റെ ആവശ്യത്തിനാ. സാറതൊന്ന് ചെയ്തു തന്നാ. എന്തായാലും ഈ ആഴ്ച നടക്കില്ല രാമക്കുട്ടി. നാളെ മുതൽ ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിയില്ല. 2 ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ചയെ ഞാൻ ഓഫീസിലെത്തും. 2 ദിവസം കഴിഞ്ഞ് വരുന്നതുകൊണ്ട് അന്നും തിരക്കായിരിക്കും. ശനി ഞായറും അവധിയാണ്. അത്യാവശ്യമായിരുന്നു സാറേ. ഒരു കാര്യം ചെയ്യും, നാളെ സ്വയംപ്രഭ ഓഫീസിൽ കാണാം. ഒരു അപേക്ഷ കൊടുത്തേക്കും. ശനിയാഴ്ച ഞാൻ വന്ന് സ്ഥലം അളക്കാം. ശരി. രാമൻകുട്ടി സാറേ, ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ഈ തിരക്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. ശരി. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നതിനേക്കാളും വലിയ കഷ്ടപ്പാട് വേറെ വല്ലതിനുണ്ടോ? മോഹനേഷ് സാർ സഹായിച്ചത് കൊണ്ടല്ലേ സ്വയംപ്രഭ രക്ഷപ്പെട്ടത്. എന്റെ കാര്യത്തിൽ സാറ മര്യാദ കാണിച്ചില്ല. കഷ്ടായിപ്പോയി. അല്ല, ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിലും സാറിന് പ്രഭയോട് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. അത് തന്നെയാ കാര്യം. എന്റെ പൊന്ന് കാഞ്ചന സാറേ, അത്തരം വർത്തമാനമൊന്നും പറയരുത്. കാഞ്ചന സാറും സ്വയംപ്രഭ സാറും ഇലക്ഷൻ ഡ്യൂട്ടി ഒഴിവാക്കാൻ അപേക്ഷ കൊടുത്തിരുന്നു എന്നുള്ളത് നേരാ. മോഹനേഷ സാർ അന്വേഷിച്ചപ്പോ പ്രഭ സാർ പറയുന്നതിൽ കാര്യമുണ്ട്. പ്രഭ സാറിന്റെ അമ്മുമ്മ അസുഖമായിട്ട് കിടപ്പില്ല. സാർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോൾ അമ്മുമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് ഓർത്താ പ്രഭ സാറിന്റെ അപേക്ഷ മോഹനേഷ സാർ ശുപാർശ ചെയ്ത് തഹസിൽദാർക്ക് അയച്ചു കൊടുത്ത്. കാഞ്ചന സാറിന്റെ കാര്യം അതാണ്. ഭർത്താവും കുഞ്ഞും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അപേക്ഷ കൊടുത്താൽ എങ്ങനെ ഡ്യൂട്ടി ഒഴിവാകും? എന്നാലും കുറച്ചു നാളായി മോഹനേഷ് സാറ് എന്റെ കാര്യത്തിൽ മാത്രം കുറച്ച് സ്ട്രിക്റ്റാ. അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. ഒരു കാരണമില്ല. എന്റെ കാഞ്ചന സാറേ, ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. 2 ദിവസം കൊച്ചു വെളുപ്പാങ്കാലം മുതൽ പാതിരാത്രി വരെ ജോലി ചെയ്യണം. ഈ ഇടയ്ക്കൊരു സ്വാളം അടിക്കാന്ന് വെച്ചാൽ നടക്കുകയില്ല. ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എങ്ങനെ? മോഹനേഷ് സാർ എന്തായാലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അപേക്ഷയും കൊടുത്തില്ല.
എന്താ ഇവിടെ ഒരു ചർച്ച? ചോദിച്ചത് കേട്ടില്ലേ? എന്താണ് ഇവിടെ വലിയൊരു ചർച്ച എന്ന്? അത് അല്ല, സ്വയംപ്രഭ സാറിനെ മാത്രം ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ കാഞ്ചന സാറിന് ഒരു ചെറിയ പ്രയാസം. എന്ത് പ്രയാസം? ഇല്ല. സ്വയംപ്രഭയുടെ ആവശ്യം ന്യായമാണെന്ന് തോന്നി ഞാനൊരു ശുപാർശ ചെയ്തു നേരാ. തീരുമാനമെടുത്ത തഹസിൽദാരാ. എന്റെ കാര്യം കൂടെ ഒന്ന് ശുപാർശ ചെയ്യാമായിരുന്നു. എന്തിന്? ഈ ഇലക്ഷൻ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ വലിയ കഷ്ടപ്പാടല്ലേ സാറേ? കൊള്ളാം. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന കാഞ്ചനയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടി കുറച്ച് കഷ്ടപ്പെടാൻ വയ്യ. കാഞ്ചനെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ കാഞ്ചനയുടെ ഉത്തരവാദിത്തമാണ് തെരഞ്ഞെടുപ്പ് നന്നായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതിന് പറ്റില്ലെങ്കിൽ ഈ സർക്കാർ ജോലി രാജിവെച്ച് ഏതെങ്കിലും പലചരക്ക് കടയിലോ പച്ചക്കറി കടയിലോ പോയിരുന്ന് കണക്കെഴുതണം. അപ്പൊ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരില്ലല്ലോ. ആഹാ, സർവീസിൽ കയറിയ കാലം മുതൽ ഒരു തെരഞ്ഞെടുപ്പിലും ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവായി നിന്നിട്ടില്ല. കാരണം അത് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം. മനസ്സിലായോ? ശിശുപാലൻ ചേട്ടൻ എന്തിനാ ആവശ്യമില്ലാതെ ഇക്കാര്യം സാറിനോട് വിളമ്പം പോയത്? എന്താ സംസാരിച്ചോണ്ടെന്ന് സാർ ചോദിക്കുമ്പോ ഞാൻ പിന്നെ എന്തോ പറയും? നമ്മൾ കീചകവധം കഥകളിയുടെ കഥ പറയുകയാണെന്ന് പറയൂ. എന്തായാലും എന്നെ നാണം കടത്തിയപ്പോ നിങ്ങൾക്ക് മതിയായല്ലോ. നോക്കിക്കോ, ഇതിന് മോനേഷ് സാർ അനുഭവിക്കും. പറയുന്ന കേട്ടാ ഈ ഇന്ത്യ മഹാരാജ്യം മോനേഷ് സാറിന്റെ തലയിൽ കൂടെ ഓടുന്നെന്ന് തോന്നും. അനുഭവിക്കുമ്പോഴേ പഠിക്കുള്ളൂ. ഹലോ, ആ വിദ്യലക്ഷ്മി, എന്തുണ്ട് വിശേഷം? ഇല്ല, ഞാൻ ഉച്ചഴിഞ്ഞേ വരൂ. വേറൊന്നുമില്ല, എനിക്കിന്ന് കേസൊന്നുമില്ല. അത് മാത്രമല്ല, നാളെ മോഹനേട്ടൻ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോവാ. അതിന്റെ കുറച്ച് തിരക്കുണ്ട്. 2 ദിവസത്തെ കാര്യമല്ലേ, എല്ലാം ഒന്ന് ഒരുക്കി കൊടുക്കണം. പോവാതിരിക്കാനൊക്കെ പറ്റുമായിരുന്നു, പക്ഷെ മോഹനേട്ടനല്ലേ ആള്. ഞാനിവിടെ ഒറ്റയ്ക്കാവുന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതാ സാറിന് നടപ്പ്. മോഹനേട്ടന്റെ ആവേശം കണ്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥി മോഹനേട്ടനാണെന്ന് തോന്നുന്നു. ശരി, ഞാൻ വിളിച്ചോളാം. ഇതെന്താ മോഹനേഷ് സാർ നേരത്തെയാണെന്ന് തോന്നുന്നല്ലോ. ഇല്ല, ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോവുകയാണ്. നാളെ ഇലക്ഷൻ ഡ്യൂട്ടി തുടങ്ങിയല്ലേ, അതിനു മുമ്പേ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരി. അറേ, എങ്ങോട്ട് ഈ നേരത്ത്? രാവിലെ ഉത്തമനോട് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകണമെന്ന്. മണി 2 കഴിഞ്ഞു. 2 മണിക്ക് താലൂക്ക് ഓഫീസിൽ എത്താന്ന് പറഞ്ഞതാ. മോഹനേട്ടൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും എന്നാണല്ലോ നാട്ടുകാർ മൊത്തം പറയുന്നത്. പിന്നെ എന്തുപറ്റി സാർ എന്തിങ്ങനെ താമസിക്കേ? ഒന്നും പറയണ ഉത്തമ, നാളെയും മറ്റന്നാളും ഞാൻ ഓഫീസിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു 100 കൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സ്വയംപ്രഭയ്ക്ക് ഒഴിവ് കൊടുത്ത് കാഞ്ചനയ്ക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കൊടുത്തതിന്റെ ദേഷ്യത്തിലാ കാഞ്ചന. അതുകൊണ്ട് മൊത്തത്തിലൊരു നിസ്സഹരണമായിരുന്നു.
പറഞ്ഞ സമയം പോയല്ലോ. ഇനി താലൂക്ക് ഓഫീസ് ചെല്ലുമ്പോഴേക്കും തഹസിൽദാരോടെങ്കിലും പോയാ പിന്നെ കുഴപ്പമാ. അല്ല സാറേ, പിന്നെ ഒരു കാര്യം ചെയ്യാം. സാറി സ്കൂട്ടർ കയറ്, ഞാൻ താലൂക്ക് ഓഫീസിന് മുമ്പിൽ കൊണ്ടുവിടാം. ഞാൻ ഉത്തമന്റെ സ്കൂട്ടറിന്റെ പുറകെ കയറണം. നടന്നു തന്നെ. ഇതിലും വലിയ അത്യാവശ്യം വന്നിട്ട് ഞാൻ സ്കൂട്ടർ കയറിയിട്ടില്ല. പിന്നല്ലേ ഇത്. സാറേ, ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഈ സ്കൂട്ടറിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഉത്തമനൊന്നും പറയണ്ട. ഈ സ്കൂട്ടർ ഓടുമ്പോ പെട്രോൾ കത്തി പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ് അന്തരീക്ഷത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റി ഞാൻ കാർബൺ മോണോക്സൈഡിനെ പറ്റി പഠിക്കാനല്ല ഇത് പറഞ്ഞത്. സാർ 2 മണിക്ക് താലൂക്ക് ഓഫീസിൽ എത്താമെന്ന് തഹസീൽദാരോട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ 2 മണി കഴിഞ്ഞ് 4 മിനിറ്റായി. ഇനി സാർ എത്ര വേഗത്തിൽ നടന്നാലും, ഇനി ഓടി നോക്കിയാലും ശരി, താലൂക്ക് ഓഫീസിൽ എത്തുമ്പോ 2:20 ആവും. ആ സമയത്തിനുള്ളിൽ തഹസീൽദാർ എവിടെയെങ്കിലും പോയാ സാറിന്റെ സകല പദ്ധതിയും പൊളിയും. അതല്ല, ഇനിയിപ്പൊ തഹസീൽദാർ അവിടെ തന്നെ ഉണ്ടെങ്കിലും കാണുന്ന ഉടനെ ചോദിക്കും, ഒരിക്കലും വൈകാത്ത മോഹനകൃഷ്ണൻ എന്നെന്താ വൈകിയത് എന്ന്. ഈ സ്കൂട്ടറിൽ പിറകെ കയറിയ 3 മിനിറ്റ് കൊണ്ട് ഞാൻ സാറിനെ താലൂക്ക് ഓഫീസിൽ എത്തിക്കും. എന്നാലും ആരെങ്കിലുമൊക്കെ കണ്ട. എന്റെ പൊന്ന് സാറേ, സാർ തലയിൽ മുണ്ടിട്ട് കള്ള് ഷാപ്പിൽ പോണെന്നല്ലോ. ഒരു സ്കൂട്ടറിന്റെ പിറകെ കയറുന്നില്ലേ? ഒരു സ്കൂട്ടറിന്റെ പിറകിൽ കയറാത്ത സാധാരണക്കാരനായ ഒരൊറ്റ മനുഷ്യൻ പോലും ഇന്ത്യ മഹാരാജ്യത്ത് കാണൂല. സാറേ, ഈ ഭാഗത്ത് സാറിന് പരിചയമുള്ള ആരും ഇല്ല. താലൂക്ക് ഓഫീസിന്റെ ഗേറ്റിന്റെ കുറച്ചു മുമ്പിൽ ഞാൻ സാറിനെ ഇറക്കി വിടാം. അപ്പൊ അവിടെ ആരും കാണൂലല്ലോ. എന്നാലും സ്കൂട്ടറിന്റെ പിറകിൽ കയറിയ സ്കൂട്ടർ കയറി എന്നൊരു നാണക്കേടേ ഉണ്ടാവുള്ളൂ. സ്കൂട്ടറിന്റെ പിറകിൽ കയറിയില്ലെങ്കിൽ വൈകി എത്തി എന്നതാവും നാണക്കേട്. 2-ൽ 1 നാണക്കേട് ഉറപ്പാണ്. ഏത് വേണം? പിന്നെ കയറല്ലേ? പിന്നെ അല്ലാതെ. സാറിന് ഇങ്ങോട്ട് വാ. ആരെങ്കിലൊക്കെ മകര് അഥവാ ചോദിച്ചാല് ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ മതി. ഇരിക്കട്ടെ അങ്ങോട്ട്. എന്താ സാറേ ഇങ്ങോട്ട്. ഇനി ആലോചിച്ച് നിൽക്കാതെ കയറിയ സാറ് സമയത്തിന് താലൂക്ക് ഓഫീസിൽ എത്തും. അങ്ങോട്ട് കയറും. ഇങ്ങനെയല്ലേ? ഇവിടെ കയറണ ഇപ്പുറത്ത് മറച്ചു വെച്ചേക്കാം. ആര് കാണൂലെന്ന്? ആര് കാണൂല? ആരും പറയണ്ട. കൂടെ ഒന്ന് മടക്കിയേ. മടക്കാൻ പറ്റൂല. ആരെങ്കിലും കാണും. സാറേ കുട മടക്ക. സാറേ മടക്കാൻ പറ്റൂല. ഇതൊരു ആരാണോ ആയല്ലോ. റോഡ് മോശമാ. സാറേ, സാർ ഇങ്ങനെ കുട ഇങ്ങനെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ണാണുണ്ടേ. സാർ താലൂക്ക് കുറച്ച് നേരത്തെ എത്തണം വേണ്ടേ? കുട അങ്ങോട്ട് മടക്ക്. മടക്കി ആരെങ്കിലും കാണൂലേ? ഇവിടെ ആര് സാറിനെ കാണാതിരിക്കുന്നത്? മറക്കൂല. പക്ഷെ മറക്കൂല. പക്ഷെ ദൂരെ കളഞ്ഞു. ഹലോ, അതെ. ഇല്ല, മോഹനോട് വന്നിട്ടില്ല. സാധാരണ 5 മണിക്ക് വരുന്നതാ. അറിയില്ല ഇന്നെന്താ താമസിക്കുന്നെന്ന്. നാളെ ഇലക്ഷൻ ഡ്യൂട്ടികളോട് താമസിക്കുന്നതാവും. ശരി, വരുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. വക്കീലേ, നമസ്കാരം. വക്കീലേ, ഇതെന്ത് പറ്റി ഉത്തമ? ഞാന് സ്കൂട്ടറിൽ ചെറുതായിട്ടൊന്ന് വീണു. എവിടെ വെച്ച്? നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തുള്ള വളവില്ലേ? എന്ത് പറ്റിയതാ? ഒന്നും പറയണ്ട വക്കീലേ. ഒരാളിന് ഈ കാലത്ത് ഒരു ഉപകാരം ചെയ്യരുത് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ വഴിയിലൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് വെയിലത്ത് കൊടയും ചൂടി ഇങ്ങനെ പോകുന്ന കണ്ട്. ഞാൻ ആ സാറിനോട് ചോദിച്ചു, സാറേ എന്തിനാ ഇങ്ങനെ വെയിലത്ത് നടന്ന് കഷ്ടപ്പെടുന്നത്? എന്റെ വണ്ടിയുടെ പിറകെ കയറിക്കൂടെ എന്ന്. ആദ്യമൊന്നും സമ്മതിച്ചില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ കയറി. പക്ഷെ കുട മടക്കാൻ പറഞ്ഞിട്ട് മടക്കിയേ ഇല്ല. കാരണം ആ മഹാൻ സ്കൂട്ടറിന്റെ പിറകെ കയറുന്നത് നാട്ടുകാർ കണ്ടാൽ നാണക്കേടാണെന്ന്. ഉത്തമൻ ആരുടെ കാര്യം പറയണേ?
ആരുടെ കാര്യമായിരിക്കും? ഒരു വെയിലത്ത് നടന്നു പോകുന്ന സ്കൂട്ടറിന്റെ പുറകിൽ കയറില്ലാത്ത ആരാണ് ഈ മഹാരാജ്യത്തുള്ളത്? കെ മോനയുടെ സാറ് എന്നെ ദോ നിപ്പുണ്ട്. അയ്യോ ഓടുകയൊന്നും വേണ്ട, ഇങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു പെട്ടലുണ്ടോ എന്നൊരു സംശയം, അത്രേ ഉള്ളൂ. മോനേട്ടാ എല്ലാറ്റിനും കാരണം ഉത്തമനാ. മര്യാദക്ക് നടന്നു പോകാൻ ശ്രമിച്ച എന്നെ നിർബന്ധിച്ച് ആ ചപ്പളാത്ത സ്കൂട്ടറിനെ പുറകെ പിടിച്ച് കയറ്റി എന്നെ. ഇനി സ്കൂട്ടറിനെ കുറ്റം പറഞ്ഞു കളിച്ചോ? ഞാനാ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4 ആയി വക്കീലേ. എന്തേ ഇതുവരെ എനിക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല. സ്കൂട്ടറിന്റെ പുറകെ കയറിയിരുന്ന് കൊടയെ നിവർത്തി പിടിച്ചു വെച്ച് എന്റെ കാഴ്ച മറച്ച ഞാൻ എന്തോ ചെയ്യും? പീതാംബര സാറിന്റെ വീടിന്റെ മതിൽ അവിടെ ഉണ്ടായിരുന്നോണ്ട് ദാ ഇതിൽ തീർന്ന്. ഇല്ലെങ്കിൽ വല്ല പാണ്ടിലോറയുടെ അടിയിലോ പൊട്ടക്കൊനട്ടിലോ പെട്ട് രണ്ടും തീർന്നേനെ. നാട്ടുകാരുടെ പൊക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോ കയ്യിലെ വേദനയൊന്നും നോക്കാതെ മോനൊരു സാറ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എനിക്ക് നാളെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാ, പെട്ടെന്ന് പോണം എന്ന്. എക്സ്റേ എടുത്തു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഉടനെ പോകാനൊന്നും പറ്റൂല, കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്ന്. അധികം മോനേട്ടാ. പിന്നെ അല്ലാതെ സംഭവം പറഞ്ഞ് തഹസീൽദാർ ആശുപത്രിയിൽ വന്ന് നേരിട്ട് മോനേഷ് സാറിനോട് പറഞ്ഞു, ഡ്യൂട്ടിക്ക് വേറെ ആളെ വിട്ടോളാം, മോനിഷും പോയി റെസ്റ്റ് എടുത്തോളാം. അപ്പോൾ സാറ് പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ കേശവന്റെ വർക്ക്ഷോപ്പിൽ റെസ്റ്റ് എടുക്കുന്ന എൻ്റെ സ്കൂട്ടറിന്റെ അവസ്ഥ എന്തായെന്ന് നോക്കട്ടെ. വക്കീലെ, സാറിനുള്ള മരുന്നും മന്ത്രവും ഒക്കെ ആ ബാഗിനകത്ത് വെച്ചിട്ടുണ്ടേ. സാറേ ഞാൻ ഇറങ്ങിക്കോട്ടാ. ആ പിന്നെ ഇന്ന് ചെയ്ത പോലെ ഒരു അബദ്ധം ഞാൻ ഇനി എൻ്റെ ജമ്മത്ത് കാണിക്കൂല. അഴുക്ക സ്കൂട്ടറാ, അല്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഞാൻ നടന്നു പോയത്. നടക്ക്. ഇരി. എന്റെ മോഹനേട്ടാ, ഒന്നെങ്കിൽ സ്കൂട്ടറിന്റെ പുറകെ കയറിയെടുത്ത് കയറിയ സ്ഥിതിക്ക് അതിനനുസരിച്ച് പെരുമാറണം. ഈ കൂടെ നിവർത്തിപ്പിച്ചിട്ടാണ് സ്കൂട്ടറിന് പുറകെ ഇരിക്കുന്നത്. അതിപ്പോ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടിട്ടൊന്നല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. ഭയങ്കര വെയിലാ, അതുകൊണ്ടാ. ആരോടാ വില്ലേജ് ഓഫീസർ ഈ നുണ പറയുന്നത്? ഞാൻ ഈ സാറിനെ കാണാൻ പറഞ്ഞിട്ട് കാലം കുറച്ചായല്ലോ. സത്യം പറഞ്ഞ അതുകൊണ്ടൊന്നല്ല ഞാൻ വീണത്. ആ കാഞ്ചനയുടെ പ്രാക്ക. കാഞ്ചനാടോ? അതന്നെ, കാഞ്ചനയ്ക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഇട്ട് സ്വയംപ്രഭയ്ക്ക് ഒഴിവെടുത്തന്നെ ദേഷ്യ. അനുഭവിക്കുമ്പോ പഠിച്ചോളന്ന് കാഞ്ചന പറഞ്ഞ ഞാൻ കേട്ടതാ. കാഞ്ചന ശരിക്കും പ്രാർത്ഥിച്ചാണ് എനിക്ക് എന്തെങ്കിലും പറ്റണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച ദൈവം കേൾക്കുവോ? പിന്നില്ലേ, ശരിക്കും പ്രാർത്ഥിച്ച ദൈവം കേൾക്കും. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം മോഹനേട്ടാ. മോഹനേട്ടൻ നാളെ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയാൽ 2 ദിവസം ഞാനിവിടെ ഒറ്റയ്ക്കായി പോവില്ലായിരുന്നോ? മോഹനേട്ടനെ കാണാതെ 1 മിനിറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഈ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണേന്ന് ഞാൻ ദൈവത്തിനോട് കുഞ്ഞതായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഇനിയിപ്പോ എന്റെ പ്രാർത്ഥന എങ്ങാനും കേട്ടതായിരിക്കൂ. പക്ഷെ സ്കൂട്ടറിൽ നിന്ന് വീഴണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്കും നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്ന ഇഷ്ടമുണ്ടാഞ്ഞിട്ടല്ല, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വം. വേണ്ട, അത് ഞാൻ ഒരുപാട് കേട്ടതാ. റെസ്റ്റ് എടുക്ക. സത്യഭാമ പ്രാർത്ഥിച്ചിട്ടാണോ കാഞ്ചന ശപിച്ചിട്ടാണോ ഇതൊക്കെ സംഭവിച്ചതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. തെരഞ്ഞെടുപ്പ് ജോലിക്ക് പോകണമെന്നുള്ള മോഹനകൃഷ്ണന്റെ മോഹം നടന്നതുമില്ല. ഇനി കാണാനുള്ളത് തെരഞ്ഞെടുപ്പ് ജോലിക്ക് പോകാതെ വില്ലേജ് ഓഫീസർ കാട്ടിക്കൂട്ടാൻ പോകുന്ന സാഹസങ്ങളാണ്. ആ കാഴ്ചകൾക്കായി കാരുണ്യസാരം തുടർന്ന് കാണുക.